നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ്, പക്ഷെ സിമ്പിളാണ് കേട്ടോ. ഈ സമയത്ത് എല്ലായിടത്തും കിട്ടുന്ന ഈ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചക്കക്കുരു മസാല റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്കധികം ചിലവൊന്നുമില്ല. ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ ഒരു മസാല റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കായാലും ചോറിന് കൂടിയായാലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നുറുക്കിയെടുക്കുക, വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ, ഇത്ര വീതിയിൽ. എന്നുവെച്ചാൽ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ചക്കക്കുരു, എന്നാലും വേവും വേണം, ഒരു 3/4 വേവോളം വേണം. അധികം വെന്ത് പായസമായിട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് നാളികേരത്തിൻ്റെ കൊത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നാളികേര കൊത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ കുക്കറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധാരണ പാത്രത്തിലാട്ടോ വേവിച്ചെടുക്കണേ, കുക്കറിലൊന്നല്ല. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മതി, തരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണിത്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 സവോള എടുത്തിട്ടുണ്ട്. സവോള നന്നായി കനം കുറച്ച് തന്നെ അരിയണം കേട്ടോ, കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുക്കണം സവോള. അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി എന്ന് പറയാനായിട്ട് ഒരു 1.5 സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് മതി. നമ്മൾ ചക്കക്കുരു വേവിച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കാരണം കുറച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, അധികം കുറച്ച് അളവിലാണ് ഞാനിപ്പോൾ ചക്കക്കുരു എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇത്ര അളവിൽ തന്നെ മതി. അതുപോലെ തന്നെ ഒരു കുറച്ച് ഗരം മസാല, അതായത് ഒരു 1/2 സ്പൂണോളം തന്നെ ഗരം മസാലയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് വേവിച്ചെടുക്കേണ്ടത്. അധികം ഉടഞ്ഞു പോകാനും പാടില്ല, 3/4 വേവോളം അങ്ങനെ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ മസാല വഴറ്റിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും പച്ചമുളകിൽ നിന്നും അതുപോലെ തന്നെ ഇഞ്ചിയിൽ നിന്നും കുറച്ച് നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് പകുതിയോളം വേണമെന്നില്ല, കുറച്ച് എടുത്തിട്ട് ചെയ്താൽ മതി. ഈ മസാലയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല അവസാനം വരുമ്പോൾ നമുക്കിത് അങ്ങനെ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് പ്രത്യേക ടേസ്റ്റാണ്, നമ്മൾ എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അത് പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് പച്ചമുളക്, അതുപോലെ കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ നിറാവണം കേട്ടോ, നന്നായി മൊരിഞ്ഞ് വരണം. ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം, വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ? ഇതുപോലെയാണ് കേട്ടോ വഴറ്റി നമ്മൾ നന്നായി ബ്രൗൺ ആക്കി എടുക്കേണ്ടത്. ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതേ പാനിലേക്ക് തന്നെ കണ്ടോ വെളിച്ചെണ്ണ ബാക്കിയുണ്ട്, അതിലേക്ക് തന്നെ നമ്മുടെ നമ്മൾ ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ സവോളയും കൂടി വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതിൽ പിന്നാലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി.
ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി എല്ലാം പൊടികളും ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ പൊടികളുടെയും മൊരിവ് അല്ലെങ്കിൽ വറവ് എല്ലാം ഒരുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിട്ട് മറ്റുള്ള പൊടികൾ ഇടുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു ബൗളിലാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും അതിൻ്റെ മൊരിവൊക്കെ വരിക. അപ്പോൾ അതും മസാലക്കറിയുടെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തക്കാളി പകുതി തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഈ തീ കുറച്ചിട്ട് തക്കാളി ഒന്ന് വഴന്നോട്ടെ. അതിന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നാലും ഈ മസാലയിൽ കുറച്ച് ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തും കൂടി ഇതിലിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ടുള്ള മസാല ഫ്രൈ ആയിട്ട് ഇതുപോലെ എടുക്കുകയും ചെയ്യാം. നമുക്കല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടി എടുക്കുകയും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണേൽ ചെയ്യാം. നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി വെക്കും. മെഴുക്ക് വരട്ടിയേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ. ഇതിങ്ങനെയൊന്ന് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് അയച്ചു തരും വേണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. നാളികേരത്തിൻ്റെ പാല്, അതായത് 2 ടേബിൾ സ്പൂണോളം വരുന്ന നാളികേരത്തിൻ്റെ പാല്. അതായത് നാളികേരം ഒരു കൈപ്പിടി നാളികേരത്തിൻ്റെ പാല് കേട്ടോ. അത്രയും മതി, കുറച്ച് വേണ്ട. അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. അധികം ആവരുത്. 2 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കിടന്നിട്ട് നാളികേരപ്പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി ഡ്രൈ ആയിണം. ടേസ്റ്റ് ഒന്നുകൂടി കൂടാൻ വേണ്ടിയാണ് നാളികേരപ്പാൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായി വറ്റി ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. എന്നിട്ട് ഇത് കഴിഞ്ഞ് എല്ലാം അവസാനിക്കുന്ന സമയത്ത്, ഇറക്കാൻ പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർക്കണം. ഗരം മസാലയാണ് കേട്ടോ പറയുന്നത്. ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നിമിഷത്തിലേക്ക് എത്തി. ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നായിട്ട് ഇതിൽ കുറച്ച് മസാല, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്. അപ്പം നമ്മുടെ ചക്കക്കുരു മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ റെസിപ്പി. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അയക്കും വേണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.